രാവിലെ ഇന്ന് അപ്പുക്കുട്ടൻ എക്സാം ആയതുകൊണ്ട് ഇത്തിരി നേരം പഠിക്കട്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ എഴുന്നേപ്പിക്കാൻ ചെന്നതാണ് കേട്ടോ. അവൻ പറഞ്ഞ അമ്മ ഒരു 5 മിനിറ്റ് കൂടെ എൻ്റെ കൂടെ കിടക്കാൻ പറഞ്ഞിട്ട് എന്നെ അവൻ പിടിച്ച് കൂടെ കിടത്തിച്ചു. ഇനി കിടന്നാൽ ഞാൻ ഉറങ്ങി പോകുന്നു വിചാരിച്ചിട്ട് ഞാൻ താടി എഴുന്നേറ്റ് കേട്ടോ. എനിക്കാണെങ്കിൽ രാവിലെ തൊട്ട് തുമ്മലാണ്. കുറെ തവണ തുമ്മി കഴിയുമ്പോൾ ഒരുമാതിരി കിളി പോയ അവസ്ഥയിൽ കുറച്ചു നേരം അടുക്കള വന്ന് നിന്ന് കേട്ടോ. ഞാൻ എന്ത് ചെയ്യാനാ വന്നേന്ന് ആലോചിച്ചിട്ട് എന്നിട്ട് ഞാൻ വലിയ ഇഡ്ഡലി തട്ട് എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തു. സാധാ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്താൽ ഇവൻ കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ മിനി ഇഡ്ഡലി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് മിനി ഇഡ്ഡലിയുടെ തട്ട് മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അതിൽ നിറയെ എണ്ണ എല്ലാം കൂടെ നന്നായിട്ട് തടവി കൊടുത്തു. എന്നിട്ട് ഓരോന്നോരോന്നും നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു 4-5 തട്ടുണ്ട് കേട്ടോ. ഈ 4-5 തട്ടും ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ടിരുന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നേരെ ഞാൻ അടുപ്പത്തോട്ട് അത് വേവിക്കാൻ വെച്ച സമയത്ത് ഞാനാണെങ്കിൽ ഇന്നലെ ഇരുന്ന ബീഫ് കുറച്ചങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. അപ്പോൾ അപ്പുക്കുട്ടന് സ്കൂളിൽ കൊണ്ടുവന്നായിരുന്നു കുഞ്ഞു ഇഡ്ഡലിയും പിന്നെ ചമ്മന്തിയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. ലിങ്ക് ഉള്ളതെല്ലാം ഞാൻ ടാഗ് ചെയ്തേക്കാമേ. അവനെ സ്കൂളിൽ പറഞ്ഞ് വിട്ടിട്ട് ഞാൻ ഇത് തന്നെ പണി. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.